നമ്മുടെ നാടിൻ്റെ അനുഭവം എടുത്താൽ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. നാഷണൽ ഹൈവേയുടെ വികസനം എങ്ങനെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിലൊരു തർക്കം ഉണ്ടായിരുന്നു. അത് വലിയ തർക്കമായിരുന്നു, എല്ലാവരും ഭാഗവാക്കായ തർക്കമാണ്. അവസാനം എത്ര കണ്ട് ഭൂമി ഏറ്റെടുക്കണം എന്നതിനെക്കുറിച്ച് UDF ഗവൺമെൻറ്റാണ് അവരൊരു സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തയാളാണ് ഞാൻ. അതിൽ എല്ലാവരും ഏകണ്ഠേന തീരുമാനിച്ചു 45 മീറ്റർ വീതിയിലെടുക്കുക. ഏകണ്ഠമായ തീരുമാനമാണ്. അപ്പം ഗവൺമെന്റിന് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു നടത്തും, പിന്നെ ഗവൺമെന്റ് നടപടി എടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല, അവിടെ തന്നെ കിടന്നു. ഒരു സ്ഥലം എടുക്കാൻ തയ്യാറായില്ല. സ്ഥലമെടുക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായി പലവട്ടം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ അന്നത്തെ ഗവൺമെന്റിനെ സമീപിച്ചു. നിരാശരായി, ഫലമില്ലാന്ന് കണ്ടു, ഇവിടുന്ന് അവർ സ്ഥലം വിട്ടു. ആ സാഹചര്യത്തിലാണ് LDF ഗവൺമെൻറ് വരുന്നത്. അവരെ തിരിച്ചു വിളിച്ചു, പണി നമ്മൾ തുടങ്ങാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് വലിയ പിഴ കൊടുക്കേണ്ടതായിട്ട് വന്നു. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഭൂമി എടുക്കലൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. സംസ്ഥാനത്തിനൊരു ബാധ്യത അതിൽ വഹിക്കേണ്ടതില്ല. അതുവരെ ഇന്ത്യയിൽ ഒരിടത്തും വഹിച്ചിട്ടില്ല, അതിനുശേഷവും ഇന്ത്യയിൽ ഒരിടത്തും വഹിച്ചിട്ടില്ല സംസ്ഥാനം. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു കേരളത്തിൽ വില വളരെ കൂടുതലാണ് ഭൂമിക്ക്, അതുകൊണ്ട് നിങ്ങളെടുത്ത് തരണം. ഒരു സംസ്ഥാനം അല്ല, അത് കഴിയില്ലല്ലോ, അങ്ങനെ ചെയ്യേണ്ടതില്ലല്ലോ, ഇതല്ലേ സമ്പ്രദായം എന്ന് ഞങ്ങൾ തർക്കിച്ചു. അവർ വളരെ പിടിവാശിയിരുന്നു. അപ്പം നമുക്ക് വിഷമായി. നാഷണൽ ഹൈവേ വരിക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ എന്താ വഴിയെന്നായി. അവർ വളരെ കടുത്ത വാശി തന്നെ. അവസാനം ഒരു ഒത്തുതീർപ്പ് സംഭാഷണം നടന്നു. അതിൽ ഗഡ്കരിയുടെ സാന്നിധ്യത്തിലാണ് ചർച്ച. അങ്ങനെ ഒരു തീരുമാനമായി 25% ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ വിലയുടെ 20% സംസ്ഥാനം കൊടുക്കുക. 5640 കോടി രൂപ സംസ്ഥാനം നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുക്കും. ഗഡ്കരി തന്നെ സമ്മതിക്കുകയാണ്, അതിനു മുമ്പും അതിനുശേഷവും ആരും ഇത് ചെയ്തിട്ടില്ല. ഇത് UDF കാണിച്ച കെടുകാര്യസ്ഥ കൊണ്ട് നമുക്ക് അടക്കേണ്ടി വന്ന പിഴയാണ് യഥാർത്ഥത്തിൽ. പണി തുടങ്ങിയപ്പോഴും എതിർപ്പ് വന്നു. ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചപ്പോൾ എതിർപ്പ് വന്നു. പക്ഷേ എതിർക്കുന്നവരുടെ കൂടെ നിൽക്കലല്ലോ നമ്മുടെ ബാധ്യത. അത് നമുക്ക് നാട്ടുകാരോട് പറഞ്ഞു, അവർക്ക് ബോധ്യമായി, അത് അംഗീകരിച്ചു വന്നു.